അഖിൽ എന്നാരുടെയും മിക്ക ആൾക്കാർക്കും അറിയുന്നതായിരിക്കും. സോഷ്യൽ മീഡിയയിലൊക്കെ കോമഡി ആയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടായിരുന്നു ആദ്യമായിട്ടുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വരുന്നത്. അതിലൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ഫേമസ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വർഷം മുമ്പാണ് മേഘ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സന്തോഷമുള്ള രീതിയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പല ഇൻ്റർവ്യൂസിലും ഉണ്ടെങ്കിൽ വീട്ടുകാരിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ന്യൂസ് വരുന്നത് ഇത് കണക്ക് അഖിൽ എന്നാർഡിയുടെ ഭാര്യ ഉണ്ടെങ്കിൽ ഒളിച്ചോടി പോയെന്നുള്ളൊരു ന്യൂസാണ് വെളി വന്നുകൊണ്ടേയിരിക്കുന്നത്. ഒരു ബസ് ഡ്രൈവറിൻ്റെ കൂടെയോ കണ്ടക്ടറിൻ്റെ കൂടെയോ പോയെന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ വെളി വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സത്യമാണോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഇതുവരെ ഒഫീഷ്യലി ഉണ്ടെങ്കിൽ അതിലൊരു കാര്യങ്ങളും തുറന്നു പറഞ്ഞ് വീഡിയോ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. പക്ഷേ ഇതിനകത്തുള്ളൊരു ന്യൂസ് ഇപ്പോൾ വെളി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്തായിരുന്നാലും ഇത് സത്യമാണെങ്കിൽ ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇതേ കണക്ക് ഒരുപാട് നോക്കിക്കഴിഞ്ഞാൽ പാർട്ട്നേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഒരാളെ സ്നേഹിച്ച് അവരുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ടൊന്നും നോക്കാതായിരിക്കും മിക്ക ആൾക്കാരും ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്നത്. രണ്ട് രീതിയിലാണ് മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ കല്യാണം നടക്കുന്നത്. ഒന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്ത് കല്യാണം നടത്തുന്നതുണ്ട്, അല്ലെങ്കിൽ സ്നേഹിച്ചിട്ടായിരുന്നാലും കല്യാണം നടത്തുന്നത്. മെയിനായിട്ട് അങ്ങനെ കുറച്ച് രണ്ട് വിഭാഗത്തിലെ ആൾക്കാരാണ്. പക്ഷേ അവരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റിലുള്ള ആളുടെ ക്യാരക്ടർ നോക്കത്തില്ല. ഇത് ആണായിരുന്നാലും ശരി പെണ്ണായിരുന്നാലുള്ള കാര്യമാണ് പറയുന്നത്. അവരുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രശ്നം വന്നാൽ കൂടെ നിൽക്കുമോ, അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ എന്തോന്നും അങ്ങനെയൊന്നും നോക്കാതാണ് മിക്ക ആൾക്കാരും ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്നത്. അങ്ങനെ കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് വേറൊരു പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരാളെ കിട്ടുമ്പോഴത്തേക്ക് മറ്റാളുണ്ടെങ്കിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ശരി, ഇത് സത്യമാണോ അല്ലയോ എന്ന് അറിയത്തില്ല. ഇതുവരെ ഉണ്ടെങ്കിൽ അഖിലിൻ്റെ ഭാഗത്ത് ഒഫീഷ്യലി ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി ഒഫീഷ്യലായിട്ട് അഖിൽ ഇതിനെ പ്രതികരിച്ചാൽ മാത്രമേ എന്തോ നടന്നതെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ.